ഗൈസ്, അപ്പോൾ എല്ലാവർക്കും മല്ലു ഡ്രീംസിൻ്റെ മറ്റൊരു അടിപൊളി വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം ഞാൻ ദോശ ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചൊന്ന് പുട്ട് ട്രൈ ചെയ്യുന്നത്. അങ്ങനെ ഒരു പുതിയ പുട്ട് റെസിപ്പിയുമായിട്ടാണ്, ഒരു വെറൈറ്റി പുട്ട് റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ. ഇതിലേക്ക് ആവശ്യമായ ബീട്രൂട്ട് തോല് ചെത്തി കഴുകിയെടുക്കാം. ഇനി നമ്മൾ തോൽ ചെത്തി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ബീട്രൂട്ട് അരിഞ്ഞ് കുഞ്ഞു കുഞ്ഞു പീസസ് ആക്കി മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുത്ത് ഒന്ന് അരച്ചെടുത്തിട്ട് വരാം. ഇനി നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന ഈ ജ്യൂസ് ഒരു അരിപ്പ ഉപയോഗിച്ച് മറ്റൊരു പാത്രത്തിലേക്ക് പിഴിഞ്ഞെടുക്കാം. ഇനി നമുക്കൊരു പാത്രം എടുത്ത് അതിലേക്ക് പുട്ട് തയ്യാറാക്കേണ്ട ആവശ്യമായിട്ടുള്ള പുട്ടുപൊടി ചേർത്ത് കൊടുക്കാം. ശേഷം നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് കുറച്ച് ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് ബീട്രൂട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ജ്യൂസ് ഉണ്ടല്ലോ, ആ ജ്യൂസ് കൂടി ചേർത്ത് കൊടുത്ത് നല്ലതായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ട് വരാം. ശേഷം നമുക്ക് പുട്ട് തയ്യാറാക്കാനായിട്ട് ആവശ്യമായിട്ടുള്ള തേങ്ങ ചിരകിയെടുക്കാം. ഇനി നമുക്ക് സ്റ്റൗ ഓൺ ചെയ്ത് പുട്ടിൻ്റെ പാത്രം അടുപ്പത്ത് വെച്ച് ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുത്ത് തിളപ്പിക്കാനായിട്ട് വെക്കാം. വെള്ളം തിളച്ച് വന്നിട്ടുണ്ട് ഗൈസ്. ഇനി നമുക്ക് പുട്ടുകുറ്റിയിലേക്ക് നമ്മൾ ചേർത്ത് വെച്ചിരിക്കുന്ന മാവും നമ്മൾ ചിരകി വെച്ച തേങ്ങയും കൂടെ ചേർത്ത് നല്ലതായിട്ട് സെറ്റാക്കിയിട്ട് നമുക്ക് അടുപ്പത്തേക്ക് മാറ്റാം. നമുക്കിനി ആവി വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. എന്താണെന്നറിയില്ല, എന്തുകൊണ്ടെന്നറിയില്ല, ആവി വന്നില്ല, പുട്ടിന് ആവി വന്നില്ല. എന്നോട് കളിക്കല്ലേ ഉണക്കപ്പുട്ടേ, മൈസൂര് പഴം കൂട്ടി അടിക്കും ഞാനേ. കൂട്ടുകാരെ, നിങ്ങൾ ആരും പേടിക്കണേ, ഞാൻ പുട്ടിനോട് പറഞ്ഞതാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ പ്രതീക്ഷകൾക്കൊടുവിൽ അത് ആ പുട്ടിന് ആവി വന്നിരിക്കുകയാണ്. ഇനി നമുക്ക് ഇത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ആദ്യമായിട്ടുണ്ടാക്കിയത് കൊണ്ടായിരിക്കാം പുട്ടിന് ഈ ഷേപ്പ് കിട്ടിയത്. അപ്പോൾ ഇനി നമുക്ക് അടുത്ത് ട്രൈ ചെയ്യുമ്പോഴത്തേക്ക് സെറ്റാക്കി എടുക്കാം. ഇനി നമുക്ക് പുട്ടിനായിട്ട് പപ്പടം വേണ്ടേ? അപ്പോൾ നമുക്ക് അതിലേക്ക് ഒരു ചീനച്ചട്ടി അടുപ്പത്തോട്ട് വെച്ചിട്ട് എണ്ണ ഒഴിച്ചു കൊടുത്ത് പപ്പടം ഇട്ട് കൊടുത്ത് പൊള്ളിച്ചെടുക്കാം. എൻ്റെ വീട്ടിലെ പപ്പടം ഇങ്ങനെ ബലൂണ് പോലെ ഇരിക്കുന്നത്. ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ റെഡിയാണ് ഗൈസ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ലേ? നിങ്ങൾ മസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് എൻ്റെ റിവ്യൂ കമന്റിലിടുകയും വേണം. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ വെച്ച് കണ്ടുമുട്ടാം. ബൈ.